പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യുന്നതോടെയാണ് സമ്മേളനം ആരംഭിക്കുക. ഇടക്കാല ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ അവതരിപ്പിക്കും. 14 എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കാനും സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ട്. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ഇന്ന് രാവിലെ ചേരും. സഭയിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. ആർ രാധാകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആർക്കെ, ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കുകയാണ്. ഇന്ന് അതിനു മുന്നോടിയായുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ യോഗമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ബഡ്ജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നത് 11 മണിയോടുകൂടിയാണ്. 11 മണിക്ക് സഭ ചേരുന്ന മുറയ്ക്ക് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കും. അതിനുശേഷമായിരിക്കും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം സഭയിൽ ഉണ്ടാവുക. ബഡ്ജറ്റ് സമ്മേളനമാണ്, പക്ഷേ ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് അല്ല ഇത്തവണ അവതരിപ്പിക്കുന്നത്. ഇടക്കാല ബഡ്ജറ്റാണ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം ഇട്ടുകൊണ്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ആ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സൂചന. ഒപ്പം ഈ സാമ്പത്തിക സർവേ ഇത്തവണ സഭയുടെ മേശപ്പുറത്ത് വെക്കുന്നില്ല. ഇതും സഭയിൽ പ്രതിപക്ഷം ആയുധമാക്കാനായിട്ടുള്ള സാഹചര്യം ആണുള്ളത്. ഇന്ന് രാവിലെ പ്രതിപക്ഷത്തിന്റെ യോഗം സമ്പൂർണ്ണ ബജറ്റല്ല, ഇടക്കാല ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.